ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഗൈസ് കുറേ ഒരു ചലഞ്ച് വീഡിയോ ഇട്ടിട്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സമയത്തായിരുന്നു ആദ്യമായിട്ട് ചലഞ്ച് ചെയ്തത്. നമ്മുടെ ഡ്രോയിങ് ചലഞ്ച് എൻ്റെ കസിൻസിൻ്റെ കൂടെ. പിന്നെ ഞാൻ ഇതുവരെയായിട്ടും ഒരു ചലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ്. എന്താണ് ഈ ചലഞ്ച് എന്ന് വെച്ചാൽ 24 hours പ്രിഡിക്റ്റിംഗ് ചലഞ്ചാണ്. ചില പേർക്കൊക്കെ കത്തിയിട്ടുണ്ടാവും, ചില പേർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രിഡിക്റ്റിംഗ് ചലഞ്ച് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനിന്ന് ആ ഒരു മാളിൽ നിന്നാണ് ഈ ഒരു പ്രിഡിക്ഷൻ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് ഗെസ് ചെയ്ത് വെക്കും ഇതാണോ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ആദ്യമേ ഗെസ് ചെയ്യും. അപ്പോൾ അതുപോലെ നടക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഞാനിപ്പോൾ 4 പ്രിഡിക്ഷൻസാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളതും. ഈ 4 ഒന്നെങ്കിലും കറക്റ്റായാൽ മതി. ചിലപ്പോൾ ഈ 4 കറക്റ്റായിട്ടുണ്ടാവില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതൊക്കെ കറക്റ്റ് ആവാമെന്ന് നോക്കുമല്ലോ. ഫസ്റ്റത്തെ ചലഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം, ഈ ചലഞ്ച് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതാണ് നമ്മുടെ ഒരു ചലഞ്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരിക്കും. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോ. അങ്ങനെ ഇപ്പോൾ മാളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡിക്ഷൻസിൽ എത്ര എണ്ണം കറക്റ്റായി എന്നുള്ളതൊക്കെ നോക്കാം. അപ്പം ഞാൻ നേരെ ഇപ്പോൾ മാളിലെത്തി ഓരോ സ്ഥലത്തിലോട്ട് പോയതാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ടോയ്സിൻ്റെ സെക്ഷനിലോട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടോയ്സിൻ്റെ സെക്ഷനിലാണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ക്യൂട്ടായിട്ടുള്ള മറ്റേ ഡോൾസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങൊന്നുമില്ല, ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണല്ലോ. ഈ ഡോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പുള്ളോത്തിയിലെ തളപതി ഷോപ്പിംഗ് ചലഞ്ചിൽ അവിടെ ശ്രീ ചേച്ചി സെലക്ട് ചെയ്തിരുന്നതായിരുന്നു ഈ ഡെക്കും. പിന്നെ ഷാമിത്താക്ക് ഒരു കൊടുത്തിരുന്നതായിരുന്നു ആ ഒരു സോഫ്റ്റ്വെയർ കിട്ടും. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രിഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ മാളിലോട്ട് ഫ്ലോറിലോട്ട് നമ്മൾ ലിഫ്റ്റിലാണല്ലോ പോവുക. അങ്ങനെ ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഈ ലിഫ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ആരും ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഫസ്റ്റത്തെ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയില്ല. ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ ഭയങ്കര തിരക്കുണ്ടാകും. അപ്പം ചിലപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ, എൻ്റെ പ്രിഡിക്ഷൻ സക്സസ് ആയോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയോ എന്ന് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെന്തായാലും പോയി കണ്ടിട്ട് വാ. നമ്മുടെ ലിഫ്റ്റിൻ്റെ പ്രഡിക്ഷൻ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ലിഫ്റ്റ് തുറക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല എന്നാണ്. ബട്ട് അവിടെ ഒരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അത് ഫ്ലോപ്പായി. ഇനി ഏതൊക്കെ ഫ്ലോപ്പ് ആവുമെന്നൊന്നും അറിയില്ല. നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അപ്പം നിങ്ങളതിൻ്റെ ഫസ്റ്റത്തെ പ്രഡിക്ഷൻ ഇപ്പോൾ കണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു പ്രഡിക്ഷൻ സക്സസ് ആയോ അല്ലെങ്കിൽ ഫെയിൽ ആയോ എന്നുള്ളത്. എന്തായിരിക്കും ഗൈസ്? പോട്ടെ. അപ്പം നമ്മുടെ സെക്കൻഡ് പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫുഡ് കോർട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളുണ്ടാകും. അതാണ് എൻ്റെ സെക്കൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം അറിയില്ല, യെല്ലോ ഡ്രസ്സ് ഇട്ട് ആരായാലും, അങ്ങനെ ഞാൻ ജെൻഡർ ഒന്നും പറയുന്നില്ല, ആരായാലും കുഴപ്പമില്ല, ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളായാൽ മതി കേട്ടോ. ഞാനാണ് ഇങ്ങനെ ഫുഡ് കോർട്ടിലൂടെ നടക്കാണ്ട് യെല്ലോ ഡ്രസ്സ് ഇട്ട് ഒരാളെ കാണാനായിട്ട്. അപ്പം നടക്കുന്ന സമയത്താണ് നമ്മുടെ അടുത്ത പ്രഡിക്ഷൻ ആയിരുന്നു. നമ്മുടെ ഫുഡ് കോർട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മുമ്പിലൂടെ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ട് ഒരു ചേച്ചിയോ ആരെങ്കിലും ഒരാൾ പോകുന്നു. അത് കറക്റ്റായി ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, യെല്ലോ ഡ്രസ്സല്ല അപ്പോൾ പോകും, അല്ല യെല്ലോ ഡ്രസ്സ് ഇടും, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചില്ല യെല്ലോ ഡ്രസ്സ് ഇട്ട് ഒരാൾ പോകുന്നു. അങ്ങനെ ഒരു ചേച്ചി ഗൈസ് യെല്ലോ ഡ്രസ്സ് ഇട്ട് നമ്മുടെ മുമ്പിലൂടെ പോയി. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ 2 പ്രഡിക്ഷൻസാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ലിഫ്റ്റ് തുറക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, അത് നന്നായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്, മൂഞ്ചി പോയിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലോപ്പായി. രണ്ടാമത് നമ്മുടെ ഫുഡ് കോർട്ടിലൂടെ നമ്മൾ നടക്കുന്ന സമയത്തും അവിടെ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു ചേച്ചിയോ ഒരാൾ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ട് പോകും. അത് എൻ്റെ മുമ്പിലൂടെ പോകുന്നതായിരുന്നു സെക്കൻഡ് പ്രഡിക്ഷൻ. അത് കറക്റ്റായിട്ടുണ്ട്. ഒന്നെങ്കിലും കറക്റ്റായല്ലോ എന്നൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പം 2 ഇപ്പോൾ 1 കറക്റ്റായി. ഇനി നമ്മുടെ അടുത്ത പ്രഡിക്ഷൻ പറഞ്ഞുതരാം. പ്രഡിക്ഷൻ ചെയ്യുന്നതിന് മുമ്പാണ് ഐസ്ക്രീം ഉണ്ടത്. അപ്പോൾ നേരെ വിട്ടു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് അടുത്ത പ്രഡിക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഡിക്ഷൻ കണ്ടു വന്നിട്ടുണ്ടാകും. അപ്പം
എനിക്കറിയില്ല ഗൈസ് അതും മൂഞ്ചിപ്പോയോ എന്നുള്ളത്. ഈ രണ്ടും തെറ്റിപ്പോയ ഗൈസ്. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പ്രിഡിക്ഷനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ പ്രിഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഗെയിമിംഗ് ഏരിയയിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് ഈ ഗെയിമിംഗ് ഏരിയയിൽ ഒരു കുട്ടി കരയുന്നുണ്ടാകും. അതാണ് എൻ്റെ തേർഡ് പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞത്. ഗെയിം കളിക്കുന്ന സ്ഥലമല്ല, അപ്പം ഏതെങ്കിലും കുട്ടി ഇങ്ങനെ കരയുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് കളിക്കണം പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് ഞാനിത് പ്രിഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. അറിയില്ല ഞാൻ ആരും കരഞ്ഞില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെൻ്റെ തേർഡ് പ്രിഡിക്ഷൻ സക്സസ് ആയെന്നുള്ളത് പോയി കണ്ടിട്ട് വാ. ഞാനിപ്പോൾ ഇതാ ഗെയിമിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് കുറേ കുട്ടികളോട് കരയുന്നുണ്ടായിരുന്നു, എനിക്കിതിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ ഒന്നിൻ്റെ ക്ലിപ്പ് കിട്ടുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കൂടി കാണിച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു കുട്ടി കരയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ കാണിച്ചത്. പിന്നെ ആ ഒരു പ്രഡിക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഞാനും ഷാലും കൂടി അവിടെ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഓനാണ് അവിടെ മെയിൻ കാറൊക്കെ കൂട്ടി കളിച്ചത്. അങ്ങനെ ആ പ്രഡിക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഈ ഒരു പെപ്സിയും കൂടി വരുന്ന ഒരു കോംബോ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇതിലത്തെ ഫ്രൈസ് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബർഗറും പെപ്സിയൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് വയറ് നിറച്ചതിൻ്റെ ശേഷമാണ് അടുത്ത പ്രഡിക്ഷൻ ചെയ്തത്. നാലാമത്തെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എസ്കലേറ്ററിലൂടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർക്കോ തേർഡ് ഫ്ലോർക്കോ പോകുമല്ലോ. ആ എസ്കലേറ്ററിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടാകും. ഇപ്പം നല്ല തിരക്കല്ലേ, ശനിയാഴ്ചയല്ലേ, അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാകും. അപ്പം എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടാകും എന്നാണ് ഈ ഒരു പ്രഡിക്ഷൻ. നമ്മൾ എസ്കലേറ്ററിലൂടെ കയറുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടാകും. അതാണ് എൻ്റെ നാലാമത്തെ പ്രഡിക്ഷൻ. ഇനി അതും വയസ്സ് മൂഞ്ചിപ്പോകുന്നൊന്നും അറിയില്ല. നിങ്ങളെന്തായാലും പോയിട്ട് കണ്ടിട്ട് പോകാം എൻ്റെ നാലാമത്തെ. ഗൈസ്, നമ്മുടെ അടുത്ത പ്രഡിക്ഷൻ ആയിരുന്നു, നമ്മുടെ എസ്കലേറ്ററിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ അടുത്തൊരു ഫാമിലി ഉണ്ടാവും. ഞാൻ വിചാരിച്ചപ്പോൾ നല്ല തിരക്കല്ലേ, അപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടാവുമായിരിക്കും. നോക്കിയപ്പോൾ ഗൈസ് ആരും ഇല്ല എൻ്റെ മുമ്പിൽ. ഞാൻ ഒറ്റയ്ക്ക് ഗൈസ് ആരുമില്ല എന്നുള്ള പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിച്ചിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു ഫാമിലി ഉണ്ടാവും വിചാരിച്ചാൽ കോമൺ ആയിട്ട് ഫാമിലി ഉണ്ടാവുമല്ലോ, എന്നാൽ അതിൻ്റെ പ്രഡിക്ഷൻ ചെയ്യാമെന്ന്. പക്ഷെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. പക്ഷെ അത് മൂഞ്ചിപ്പോയി. ഇപ്പം നമ്മൾ ചെയ്തതിൽ 2 എണ്ണമാണ് കറക്റ്റായിട്ട് വന്നത്. ഇപ്പോൾ നമ്മുടെ 4 പ്രിഡിക്ഷൻസും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 4 പ്രിഡിക്ഷൻസിൽ 2 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടും. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മധുഹൂത്തായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഒരു 24 hours പ്രെഡിക്റ്റിംഗ് ചലഞ്ച് എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, എൻ്റെ 2 പ്രിഡിക്ഷൻസാണ് ഇപ്പോൾ സക്സസ് ആയിട്ടുള്ളത്. എന്തായാലും 2 പ്രിഡിക്ഷനെങ്കിലും സക്സസ് ആയെന്നുള്ള ഒരു ഹാപ്പിയാണ് കേട്ടോ ഗൈസ് എനിക്ക്. ഞാൻ വിചാരിച്ച് 4ഉം ഇപ്പോൾ മൊത്തം കൊളായ 4 ഇപ്പോൾ ഫ്ലോപ്പായി പോകാമെന്നായിരുന്നു എൻ്റെ ഒരു പേടി. 2 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ എന്താ പറയുക, ഒരു ഫുഡ് കോർട്ടിലൂടെ ഞാൻ പോകുന്ന സമയത്ത് ഒരു യെല്ലോ ഡ്രസ്സിലുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതിനുകൊണ്ട് ആ ഒരു പ്രഡിക്ഷൻ സക്സസ് ആയി. പിന്നെ നമ്മൾ ഗെയിമിംഗ് ഏരിയയിൽ പോയപ്പോൾ ഇതായിരുന്നു, നമ്മുടെ ഗെയിമിംഗ് ഏരിയയിൽ ഒരു കുട്ടി കരയുന്നുണ്ടാകും. കുറേ പേര് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. കുറേ പേര് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഡിക്ഷൻ. തേർഡ് പ്രഡിക്ഷനായിട്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു 2 പ്രഡിക്ഷൻ ആയിരുന്നു സക്സസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റത്തെ ലിഫ്റ്റിൻ്റെ ഓപ്പൺ ചെയ്ത സമയത്തും അവിടെ ഒരു ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അതിനോണ്ട് ആ ഒരു പ്രഡിക്ഷൻ തെറ്റിപ്പോയി. പിന്നെ 4ാമത്തെ പ്രഡിക്ഷൻ നമ്മുടെ എസ്കലേറ്ററിലൂടെ കയറുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി ഉണ്ടാകുന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഗൈസ് എൻ്റെ മുമ്പിൽ ഒരു ഈച്ചക്കുട്ടി പോലും ഇല്ല ഗൈസ്. ഞാൻ മാത്രം ഇങ്ങനെ ലിഫ്റ്റിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം അതും ഫ്ലോപ്പായി. പക്ഷേ 2 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരുന്നു. ഇതുപോലത്തെ വീണ്ടും നല്ല അടിപൊളി കിഡിലോസ്കി ചലഞ്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.